പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 22 ഹല്ലേലൂയ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്ന് സ്തോത്രം പറഞ്ഞേ. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയ കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞിട്ട്, കർത്താവെ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിന് സ്തോത്രം, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നു കർത്താവ്, ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ, ഞങ്ങൾക്ക് ചുറ്റും തീമതിലായി നിന്ന് ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഞങ്ങളുടെ പിതാവിൻ കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ആ കൈകളെ ഉയർത്തി പറഞ്ഞാണ്ട്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. 135 സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ കർത്താവിനെ സ്തുതിപ്പീൻ. അതിൻ്റെ 3-ാം വാക്യം പറഞ്ഞു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ, അത് മനോഹരമല്ലോ. അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, യഹോവ വലിയവൻ എന്ന് നമ്മുടെ കർത്താവ് സകല ദേവന്മാരും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു. കരങ്ങൾ ഉയർത്തി പറയാം, എൻ്റെ കർത്താവ് വലിയവൻ, എൻ്റെ കർത്താവ് ശ്രേഷ്ഠൻ, എൻ്റെ കർത്താവ് സ്തുതികൾക്ക് യോഗ്യനായവൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പിതാവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ അപ്പയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഞങ്ങളുടെ പിതാവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് സ്തോത്രം പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ തന്ന സമയത്തിനായിട്ട് നന്ദി. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾ രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനെന്ന തിരുവെഴുത്ത് പറഞ്ഞു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, രോഗശക്തികൾ വിട്ടുമാറട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം കർത്താവേ തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ദൈവശക്തി അവരുടെ ശരീരത്തിലേക്ക് ഇറങ്ങട്ടെ. ആമേൻ. ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു, രക്തസ്രവമുള്ള സ്ത്രീ അങ്ങയുടെ യേശുവിൻ്റെ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോൾ ക്ഷണത്തിൽ അവിടെ രക്തസ്രവം നിന്നുവെന്ന്. അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏത് രോഗമാണോ, ശാരീരിക രോഗങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ, ശരീരത്തിലുള്ള മുഴകൾ, അൺവാണ്ടഡായി ശത്രു വിതച്ചതായി ഇതെല്ലാം നസറേനായ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമായി പോകട്ടെ. നസറേനായ യേശുവിൻ നാമത്തിൽ ആ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോകട്ടെ. ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം, കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവരുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അനുഗ്രഹം ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. അവർക്ക് ആവശ്യമായ ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും കൊടുത്ത് അനുഗ്രഹിക്കണം. എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. ലോകത്തെമ്പാടും ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു വലിയ ആത്മീയ മൂവ് ഉണ്ടാകട്ടെ. ആമേൻ. ഒരു വലിയ ആത്മീയ മൂവ് ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു. ആമേൻ. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകത്തെമ്പാടും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സഭായോഗങ്ങളെ ഓർത്ത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകളെ ഉയർത്തിപ്പിടിച്ചാണ്. പിതാവേ, ലോകമെമ്പാടും നടക്കുന്ന സഭായോഗത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വലിയ ഗ്ലോറി എല്ലാ സഭായോഗത്തിലും ഓവർഫ്ലോ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തദാസന്മാരെയും ദാസിമാരെയും അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കണമേ. ദൈവജനത്തെ സൂക്ഷിക്കണമേ. എല്ലായിടത്തും കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവിനെ ചോദിച്ച നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും അതിൽ വന്ന് പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത് ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുമ്പോൾ, ഓൺലൈൻ മീറ്റിംഗ്
ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ നിങ്ങൾ എഴുതി അറിയിച്ച വാട്സപ്പിലൂടെ സന്ദേശങ്ങളിട്ട് തന്നാൽ നമുക്കത് അടുത്ത മീറ്റിങ്ങുകളിലൊക്കെ കേൾക്കാൻ കഴിയും. അത് മറ്റുള്ളവർ അത് വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും അവർ കർത്താവിന് സ്തോത്രം പറയുവാനും ഇടവരും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 14. അവിടെ പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എന്നാ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആമേൻ. അപ്പം കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരോടും സമാധാനം ആചരിക്കണം. ആമേൻ. റോമാലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആചരിപ്പീൻ. അപ്പം മത്തായിയുടെ സുവിശേഷം 5:9 കർത്താവ് പറയുന്നു, അതായത് സമാധാനമുണ്ടാക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്നറിയപ്പെടും. അപ്പം എബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിപ്പണം. റോമാലേഖനം 12:18 പറയുന്നു, ആമേൻ, എല്ലാവരോടും നമ്മൾ എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ നമ്മളോട് കർത്താവ് വീണ്ടും ആവശ്യപ്പെടുക. ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 5:9 പറയുന്നു, അതായത് ബ്ലെസ്സഡ് ആർ ദ പീസ് മേക്കേഴ്സ്, സമാധാനം ഉണ്ടാക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ, കാരണം അവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ സദൃശ്യവാക്യം 15-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 15:1, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ ക്രോധത്തെ ജ്വലിപ്പിക്കുന്നു. ഇനി തന്നെ അതിൻ്റെ അടുത്ത അധ്യായം 16-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് മെസ്സേജിലേക്ക് വരാം. അതിൻ്റെ 32-ാം വാക്യം എന്ന് പറയുന്നു, ശാസന കേട്ടനുസരിക്കുന്നു വിവേകം സമ്പാദിക്കുന്നു. 16:32 ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ഇപ്പം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ആമേൻ, നമ്മൾ അനുദിനം അനവധി മനുഷ്യരുമായിട്ട് ഇടപെടുന്നവർ. ആമേൻ. ജീവനുള്ളിടത്തോളം കാലം നമ്മൾ അനേകരുമായിട്ട് ഇടപെടേണ്ടി വരും. നമുക്ക് ചുറ്റും പല കാര്യങ്ങൾ സംഭവിക്കും. അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങളായിരിക്കും, ചില കാര്യങ്ങൾ നമുക്ക് കൂളാകാൻ സമാധാനം തരുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചുറ്റും പല കാര്യങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പല ആളുകളുമായിട്ട് ഇടപെടേണ്ടതായിട്ട് വരും. അപ്പോഴാണ് എബ്രായ ലേഖനം പറഞ്ഞത്, എല്ലാവരോടും സമാധാനം ആചരിക്കണം. കാരണം നമ്മളോട് കർത്താവ് പറഞ്ഞത്, നമ്മൾ സമാധാനമുണ്ടാക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ഉയർത്തുക ചെയ്യുന്നത്, ദൈവത്തിൻ്റെ മക്കളെന്നറിയപ്പെടുകയാണ് ചെയ്യുന്നത്, നമ്മൾ ദൈവത്തിന് മഹത്വം കൊണ്ടുവരിക ചെയ്യുന്നത്. സോ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കോപത്തെ ശമിപ്പിച്ച് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ എല്ലാവരോടും സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ലോകം ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം പലരോട് ഇടപെടേണ്ടി വരും, പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് ദൈവം നമുക്ക് തന്ന ഉത്തരവാദിത്തമാണ്. പല ആളുകളെ കാണേണ്ടി വരും, പല വ്യക്തികൾ നമ്മളോട് സംസാരിക്കും. പക്ഷേ എല്ലാവരും നമ്മളോട് സമാധാനത്തിൽ വരണമെന്നില്ല. ചിലപ്പോൾ അവരുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കാം, അവരുടെ രീതി വ്യത്യസ്തമായിരിക്കാം, അവർ ദൈവമക്കൾ തന്നെ ആയിരിക്കാം, എന്നിട്ടും വ്യത്യസ്തമായിട്ടൊക്കെ ആയിരിക്കാം ഇടപെടുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, ആരോട് ഇടപെടുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ബോധ്യം വേണം, ഞാൻ സമാധാനമുണ്ടാക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? സമാധാനം. അത് ദൈവത്തിൻ്റെ മകനെന്നുള്ളൊരു തെളിവാണ്. അതുകൊണ്ട് 4 കാര്യങ്ങൾ പറയാം എങ്ങനെ നമുക്ക് ചുറ്റും സമാധാനത്തിൽ പോകാൻ കഴിയും. 1, ഏത് കാര്യത്തിന് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് നിർത്തുക. ചാടിക്കേറി റിയാക്ട് ചെയ്യൽ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ചാടിക്കേറി മറ്റേ ആളിനെ വിളിച്ച് വഴക്കുണ്ടാക്കാൻ പോകൽ. വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ മുഖാമുഖം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആളിനോട്
നമുക്ക് പെട്ടെന്ന് നമ്മളോട് ദേഷ്യം വരുന്ന ഒരു രീതിയിൽ സംസാരിച്ചു, നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ നമ്മൾ റിയാക്റ്റ് ചെയ്യരുത്. ഒരു 50 വരെ നമ്മുടെ മനസ്സിൽ ഒന്ന് കൗണ്ട് ചെയ്യുക. അവരോട് വർത്തമാനം പറയുന്നതിന് മുമ്പ്, മറുപടി പറയുന്നതിന് മുമ്പ്, ദേഷ്യപ്പെടുന്നതിന് മുമ്പ്, പ്രതികാര വർത്തമാനം പറയുന്നതിന് മുമ്പ്, റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലൊരു 50 പ്രാവശ്യം ദൈവത്തിന് സ്തോത്രം പറയുക. ചാടിക്കേറി വാ തുറക്കരുത്. എന്നിട്ട് മനസ്സിൽ സൈലൻ്റായി പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം തരണം, ഇവരോട് സംസാരിക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണം. നിങ്ങൾക്കറിയാമോ, ഈ 4 സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിധി വരെ പ്രശ്നങ്ങളെയും കോപത്തെയും പരിഹരിച്ച് നിങ്ങൾക്ക് ജയകരമായി പോകാൻ പറ്റും. നമ്മൾ പറയും, കർത്താവേ, എനിക്ക് ജ്ഞാനം തരണമേ, വിവേകം തരണമേ. ദൈവവചനമാണ് ജ്ഞാനം. വചനം ഒരു വ്യക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ വ്യക്തി ജ്ഞാനത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിക്കണം. ആമേൻ, ആമേൻ. എല്ലാവരോടും സമാധാനം ആചരിക്കുക. കൈകൾ ഉയർത്തി പറഞ്ഞ് ഞാൻ എല്ലാവരോടും സമാധാനം ആചരിക്കും. ആമേൻ. ഓഫീസിലായാലും കുടുംബത്തിലായാലും അയൽവാസികളോടായാലും എല്ലാവരോടും ആമേൻ സമാധാനം ആചരിക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. കരമുയർത്തി പറഞ്ഞ കർത്താവേ, ഒരു സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയാക്കി മാറ്റണമേ. കർത്താവേ, എൻ്റെ ഇമോഷൻസുകളെ കൺട്രോൾ ചെയ്യുവാനും ആമേൻ ദൈവിക ജ്ഞാനത്തിൽ റെസ്പോണ്ട് ചെയ്യുവാനും കർത്താവ് എന്നെ സഹായിക്കണമേ. കർത്താവേ, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങയുടെ സ്നേഹത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വാക്കുകളായി മാറട്ടെ. ഹല്ലേലൂയ. കർത്താവ് എന്നെ സഹായിക്കണം. എല്ലാവരോടും സമാധാനത്തോടെ ജീവിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വീകരിക്കുവാൻ എന്നെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി ആമേൻ നമ്മുടെ പ്രൊക്ലമേഷൻ പറയാം. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.